എന്താ ഇട്ടിച്ച? ഒന്നുമില്ല. പിന്നെ വെറുതെ. മേരി ചേച്ചി ആ ശവം കിടന്നുറങ്ങി. ഇട്ടിച്ചനെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. എനിക്കോ? കല്യാണി പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ മാറിയത്. എനിക്കറിയാം. കല്യാണി പറഞ്ഞ ഇനിയും ഞാൻ എന്തും ചെയ്യും. അതും എനിക്കറിയാം. സത്യത്തിൽ ഇട്ടിച്ചന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് തന്നെ ഞാൻ ചെയ്ത ഭാഗ്യല്ലേ? അല്ല കല്യാണി, കല്യാണം മുമ്പിൽ നിൽക്കാൻ ഞാനാ ഭാഗ്യം ചെയ്തത്. അല്ല ഞാനോ? അല്ല ഞാനാ. പോർന്ന് ഞാനോ? അല്ല ഞാനാ. അല്ല ഞാനാ. ചേച്ചി ഞാൻ കിടന്നുറങ്ങുമ്പോ ഇട്ടിച്ച് കേറി പൊടിയകത്ത് പോവാൻ. മേരി, എന്താ മനുഷ്യ നിങ്ങളുടെ ഉദ്ദേശം? മേരി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. ഓ, നിങ്ങൾ എന്തൊരു പൊട്ടനാ മനുഷ്യ. അവളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇപ്പൊ ചെന്ന് വിളിച്ചത്? അതെ അതെ, പണ്ട് നമ്മൾ അഭിനയിച്ചതുപോലെ ഓടിക്കാൻ തന്നെയാ, ഓടിക്കാൻ തന്നെ. അല്ലാതെ ഞാൻ തിരിഞ്ഞു നോക്കുവാ ആ ശവത്തിന്. ഓ എന്റെ മനുഷ്യ, ഇപ്പൊ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ കോവിലകം തകർക്കാൻ. അപ്പൊ അവൾ ഇവിടുന്ന് പോകാൻ പാടുണ്ടോ? ഇല്ല. ഇനി മണ്ടത്തരം കാണിക്കരുത്. നിങ്ങൾ വന്ന് കിടന്നേ. കർത്താവേ, മനുഷ്യൻ പൊട്ടനാവാം, പക്ഷെ ഇത്രയും പാടില്ല. എടി ഇങ്ങോട്ട് ഓടി, ഇവിടെ വരാൻ. ഇവിടെ വളച്ചെടുക്കാൻ ആമ്പിള്ളാരൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇരുന്ന് പിരിക്കുന്നേ? നിന്റെ അമ്മയല്ലോടി ഇവിടെ? എന്തിനാ? ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാ? പിന്നെ എന്റെ മക്കൾക്ക് നിന്നെ കാണാതെ ഉറക്കം വരുന്നില്ല. ചെന്ന് നിന്നെ തള്ള വിളിച്ചോണ്ടോടി, ഓടി ഇങ്ങോട്ട്. ഇതെന്താ ഇത്? ഇവിടെ അത്രയ്ക്കങ്ങ് പരിഷ്കാരം വന്നോ? ജീവിതം ഒന്നല്ലേ ഉള്ളു ചേച്ചി, അത് ആസ്വദിക്കാമെന്ന് കരുതി. ആസ്വദിച്ചോ, ഭാര്യയും ഭർത്താവും കൂടി നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ അതെന്റെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണ്ട. ഓ വാ വാ വാ, ഞാൻ പിഴച്ചു പറ്റ കൊച്ചിനെ കാണാൻ നീ എന്താടി വരാതിരുന്നത്? നിങ്ങളെന്താ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? അതേടി, കാര്യം എന്റെ മക്കളാണെങ്കിലും ഒളിച്ചും പാത്തും വന്ന് കുഞ്ഞമ്മയെന്ന് വിളിച്ചിരുന്നില്ലേ? അവറ്റകളെ ജീവനോടെ കൊല്ലാൻ വേണ്ടിയാണോ നീ നുണ പറഞ്ഞത്? അതോ എന്റെ മക്കൾ എന്നെ തള്ളി പറയുന്നു വിചാരിച്ചു? കോവിലത്തെ കുഞ്ചിയമ്മ പെറ്റതാടി അവരെ. നീയൊന്നും വഴി തെറ്റിച്ചാ വഴി തെറ്റൂല. എന്താ ചേച്ചി മിണ്ടാതെ നിൽക്കുന്നേ? നമ്മുടെ ശത്രു നമ്മുടെ മുറ്റത്ത് വന്നാ തനി സ്വഭാവം കാണിച്ചു കൊടുക്കണ്ടേ? നിന്നെ കാണാനാ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞില്ലേ മേരി ചേച്ചി, അവസാനം തോറ്റു തൊപ്പിയിട്ട് ഇവര് നമ്മുടെ മുമ്പിൽ വരുമെന്ന്. നിനക്കൊരു സമ്മാനം തരാനാ ഞാൻ വന്നത്. അന്ന് വെറുങ്ങയോടെ ഇറക്കി വിട്ടപ്പോ എനിക്ക് തോന്നി, ശത്രു ആണെങ്കിലേ സമ്മാനം തന്ന സ്വീകരിക്കുന്ന എന്റെ മര്യാദ അല്ലേ ചേച്ചി? തല്ലിയത് കൊണ്ട് നീ നന്നാവെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, എന്റെ കലിയൊന്ന് തീരാന്. എടി, സ്വന്തം മോളെ കൊണ്ട് എന്റെ 5 മക്കളെ പ്രേമിപ്പിക്കാൻ നോക്കിയ തള്ളയാ നീ. ആ ബുദ്ധി നിനക്ക് കിട്ടിയത് ഈ തറവാട്ടിൽ നിന്നാണോ? മേരി വേണ്ട.
ആ നിനക്ക് പിഴയ്ക്കാനും വേറെ ആൾ പഴച്ചെന്ന് പറയാനും ഒരു മടിയുണ്ടാവില്ല. ആ പിന്നെ കരുണന്റെ കാര്യം, അവനെ ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷേ അവനെന്റെ മോനാ. എന്റെ 5 മക്കൾക്ക് ഞാൻ എന്തൊക്കെ വീതം വെച്ച് കൊടുക്കുവോ അതുപോലൊരു ഭാഗം ഞാൻ അവനും കൊടുക്കും. ഇനിതേ എന്റെ കുടുംബകാര്യത്തിൽ ഇവിടെ ആരെങ്കിലും തലയിട്ടാല് വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും. കോവിലകത്ത് കുഞ്ചിയമ്മയെ പറയുന്നത്.